HSBC India Export Opportunities Fund. HSBC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് പുതിയൊരു NFO ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ NFO 5 സെപ്റ്റംബർ മുതൽ 19 സെപ്റ്റംബർ വരെയും സബ്സ്ക്രിപ്ഷന് ഓപ്പൺ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഈ ഫണ്ടിൽ കളക്ട് ചെയ്യുന്ന എമൗണ്ട് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിക്ഷേപം നടത്തുവാനാണ് എയിം ചെയ്യുന്നത്. ഈ കാറ്റഗറിയിൽ പെടുന്ന ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ സ്റ്റോക്കുകളിലായിരിക്കും ഈ ഫണ്ട് നിക്ഷേപം നടത്തുക. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി 500 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. റീസെൻ്റായിട്ട് ഉള്ള NFOകളിൽ പല ഫണ്ടുകളിലെയും ഇനീഷ്യൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് 100 രൂപയോ അല്ലെങ്കിൽ 500 രൂപയോ ആണ്. പക്ഷേ ഈ ഫണ്ടിൽ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ മിനിമം 5000 രൂപ ആവശ്യമാണ്. ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് എൻട്രി ലോഡോ അല്ലെങ്കിൽ എക്സിറ്റ് ലോഡോ ഇല്ല. അപ്പോൾ ഈ ഫണ്ടിൽ നിങ്ങൾ നിക്ഷേപം നടത്തി ഒരാഴ്ച കഴിഞ്ഞോ അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞോ നിങ്ങൾ പണം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന് റിഡംഷൻ ഫീസ് അല്ലെങ്കിൽ എക്സിറ്റ് ഫീസ് ചാർജ് ചെയ്യുന്നതല്ല. ഇന്ത്യ ഗവൺമെൻറ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് എയിം ചെയ്യുന്നത് 2030 ആകുമ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ടിൽ നിന്നുള്ള വരുമാനം $2 ട്രില്യൺ ആകുമെന്നാണ്. അതിനൊരു ഉദാഹരണമാണ് ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ ബൂസ്റ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ നിർമ്മിക്കുന്നതിനും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് എൻകറേജ്മെൻറ്റ് നൽകുന്നുണ്ട്. ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഫണ്ട് എയിം ചെയ്യുന്നത്. അത് മാനുഫാക്ചറിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമൊബൈൽ, കെമിക്കൽസ്, ടെക്സ്റ്റൈൽസ്, ഫാർമസ്യൂട്ടിക്കൽ, അതേപോലെ തന്നെ സർവീസ് സെക്ടറുകളിൽ എടുത്തു കഴിഞ്ഞാൽ IT, ടെലികോം, ഹെൽത്ത് കെയർ, ഈ കാറ്റഗറിയിൽ പെടുന്ന നല്ല നല്ല കമ്പനികളുടെ തിരഞ്ഞെടുത്ത ഷെയറുകളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാറ്റഗറിയിൽ പെടുന്ന ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനികളിലും ഈ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്തും. ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കമ്പനികൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ്. പക്ഷേ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ ലോക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് റിസ്ക്കുകളുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ ഏത് രാജ്യത്തേക്കാണോ അവരുടെ പ്രോഡക്റ്റുകൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്, ആ രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് പോളിസി അനുസരിച്ച് അല്ലെങ്കിൽ ഗ്ലോബൽ ലെവലിൽ ഇതേപോലെ സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻ ഏതെങ്കിലും വന്നു കഴിഞ്ഞാലും ഈ കമ്പനികളുടെ പെർഫോമൻസിന് അത് അഫക്റ്റ് ചെയ്യാം. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സെക്ടറാണിത്. ഈ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെക്ടർ സ്പെസിഫിക് തീമാറ്റിക് ഫണ്ടാണ്. സാധാരണ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള വ്യക്തികളായിരിക്കണം. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഓരോ ദിവസവും പുതിയ പേരിലും അതേപോലെ പുതിയ കാറ്റഗറിയിലുമുള്ള ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പല മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളും അവകാശപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇതേപോലെയുള്ള ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. സാധാരണ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഡൈവേഴ്സിഫൈഡ് ആയിട്ട് റിസ്ക് താരതമ്യേന കുറഞ്ഞ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഇതേപോലെയുള്ള സെക്ടർ സ്പെസിഫിക് ഫണ്ടുകളും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകളും വളരെ റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളാണ്. ഇതേപോലെയുള്ള ഫണ്ടുകൾ ലോങ് ടേമിൽ, അതായത് ഒരു 5 വർഷത്തിനോ 7 വർഷത്തിനോ ശേഷം നല്ലൊരു റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നേക്കാമായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ബുള്ളിഷായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള സ്കീമുകൾ ലോഞ്ച് ചെയ്ത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പണം കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജി അനുസരിച്ച് എവിടെയാണോ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുക എന്നറിഞ്ഞാൽ ആ സെക്ടറിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നത് സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റിവേഴ്സ് ട്രെൻഡ് വരുന്നത് വരെ ഈ മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലുമുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 100 കണക്കിന് മ്യൂച്വൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്തേക്കാം. ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർ പോർട്ട്ഫോളിയോ അലോക്കേഷനിൽ എത്ര % ആണ് നിങ്ങൾ ഇക്വിറ്റിയിൽ നിക്ഷേപം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, സ്ട്രിക്റ്റ് ആയിട്ടും ആ പെർസെൻറ്റേജ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. മ്യൂച്വൽ ഫണ്ടുകൾ ഇനി ഫ്യൂച്ചറിലും ഇതേപോലെയുള്ള ഫണ്ടുകൾ ലോഞ്ച് ചെയ്യും. ചിലപ്പോൾ പല അവസരങ്ങളിലും ഇതിലും ചീപ്പായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെയുള്ള ഫണ്ടുകൾ വാങ്ങാനായിട്ടുള്ള ഒരു അവസരവും നമുക്ക് ലഭിക്കും. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കിന്ന് നിലവിലുണ്ട്. ധൃതി പിടിച്ച് ഒരു തീരുമാനമെടുത്ത് ഇതേപോലെ റിസ്കി ആയിട്ടുള്ള ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതിരിക്കുക.
മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ, എസ്പെഷ്യലി ഇതേപോലെ തീമാറ്റിക് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകളിലുള്ള നിക്ഷേപം മറ്റുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് റിസ്ക് കൂടിയ ഫണ്ടുകളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നിടത്തോളം കാലം വളരെ കംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇടിവ് സംഭവിച്ച് ആ ഇടിവ് 3-4 അല്ലെങ്കിൽ 6 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈക്കോളജി മാറുകയും ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും അവർ ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ വിറ്റഴിച്ച് നഷ്ടത്തിലേക്ക് മാറുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇത് HSBC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇന്ത്യ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.